പൊന്നാനിയിലെ വെസൽ നിർമ്മാണശാലയിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് KP നൌഷാദ് അലി MLA. Sky Gold, elegance of beauty, പെരിന്തൽമണ്ണ, നിലമ്പൂർ and പൊന്നാനി. കപ്പൽ നിർമ്മാണശാല എന്ന വാചകം പരിഹാസ്യമാണെന്നും വെസൽ നിർമ്മാണശാലയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെന്നും എന്നാൽ ഇത്തരമൊരു പദ്ധതി പൊന്നാനിയിൽ വരുന്നതിനോട് വിയോജിപ്പില്ലെന്നും KP നൌഷാദ് അലി MLA പറഞ്ഞു. കണ്ണായ ഭൂമി ചില സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി തീരെഴുതി നൽകാൻ കഴിഞ്ഞ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ ഭൂമി അവർക്ക് കൊടുത്താൽ പോർട്ടിൽ ഒരു വികസനവും നടക്കില്ല. ഇതിനെ എതിർത്തായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. മെയ് 18 മാരിടൈം ബോർഡ് അഗ്രിമെന്റ് പുതുക്കി. അന്ന് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇത് CPM സ്പോൺസേഡ് ആണെന്ന് മനസ്സിലാകും. സ്വകാര്യ വെസൽ നിർമ്മാതാക്കൾക്ക് വലിയ അളവിൽ ഭൂമി നൽകുക എന്നത് തന്നെ ദുരൂഹമാണ്. 2025 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് പദ്ധതിക്കായി മുന്നോട്ട് വന്നത്. വെസൽ നിർമ്മാണത്തിന് ഇത്രയും അധികം ഭൂമി ഇന്ത്യയിൽ എവിടെയും വിട്ടു നൽകിയിട്ടില്ല. CPM ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നീലത്തിൽ മുങ്ങിയ കുറുക്കന്മാരാണ് CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് CPM നേതാക്കൾ സംസാരിക്കുന്നതെന്നും KP നൌഷാദ് അലി MLA പറഞ്ഞു. ഈ കപ്പൽ നിർമ്മാണശാല എന്ന വാചകം തന്നെ പരിഹാസ്യമാണ്. ഇതൊരു വെസൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ 2025 രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ്. അവർ വെസൽ നിർമ്മാണത്തിന് അവർ പൊന്നാനിയിൽ വരുന്നതിനോട് വിയോജിപ്പില്ല. പക്ഷേ അത് പൊന്നാനിയുടെ ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ട കണ്ണായ ഭൂമി 29.3 ഏക്കർ ഭൂമിയാണ് അവർക്ക് തീരെഴുതി നൽകാൻ വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്. അതുപോലെ തന്നെ പൊന്നാനിയുടെ അഴിമുഖം, കടൽ, കായൽ, അതിൻ്റെയൊക്കെ സംഗമ കേന്ദ്രങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഈ 29.3 ഏക്കർ ഭൂമി. അത് ഇങ്ങനെയൊരു സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കുന്ന പക്ഷം പിന്നെ അവിടെ പോർട്ടിൻ്റെ ഒരു വികസനവും അവിടെ നടക്കില്ല. അവിടെ ഒരു പോർട്ട് വികസനം നടക്കേണ്ടതുണ്ട്. അവിടെ ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ അവിടെ ഫിഷറീസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ക്രൂയിസ് ആൻഡ് മാരിടൈം ടൂറിസം, അതുപോലെ തന്നെ ഗ്രീൻ ഫ്യൂവൽ, റിന്യൂവബിൾ എനർജി, ഇങ്ങനെ വിവിധങ്ങളായ തലത്തിലുള്ള ഒരു തുറമുഖ വികസനം നടക്കേണ്ട ഒരു ഇടമാണത്. ആ മുഴുവൻ വികസനവും നടക്കേണ്ട കണ്ണായ ഭൂമി ഇത്തരത്തിലൊരു വെസൽ നിർമ്മാണ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതാൻ വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചതാണ്. ആ തീരുമാനം തീർച്ചയായിട്ടും അന്ന് അതിനെ എതിർത്തുകൊണ്ടാണ് ഞാനവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അന്ന് UDF അതിനെ എതിർത്തുകൊണ്ടാണ് പൊന്നാനിയിൽ രംഗത്ത് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തി. ആ ശ്രമങ്ങളാണ് ഏറ്റവും രസകരമായത്. അത് മെയ് 18 മാരിടൈം ബോർഡ് ചേർന്ന് അവരുടെ ചില അഗ്രിമെൻറ്റുകൾ പുതുക്കിയത്. ഈ മെയ് 18 എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് മാരിടൈം ബോർഡ് അത് റാറ്റിഫൈ ചെയ്തു കൊടുത്തു. ഇതാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന നടപടികൾ. അതിൽ ഒരു പുതിയ സർക്കാരും മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മാരിടൈം ബോർഡിൻ്റെ കാര്യമായ പണി ഇവരുടെ കരാർ അഗ്രിമെൻറ്റ് പുതുക്കി നൽകുക, അല്ലെങ്കിൽ ഇവർക്ക് ഓഫീസ് അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ഇത് അന്നം തിന്നുന്ന ആളുകൾക്ക് ഇത് എത്രമാത്രം ഒരു CPM സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ദുരൂഹമായ പ്രവൃത്തിയാണ് എന്നുള്ളത് മനസ്സിലാവും.